വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതലയേൽക്കുമ്പോൾ ആദ്യം വരുന്ന ഫയൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ചില അധിക തസ്തികകൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പിണറായി വിജയൻ സർക്കാർ അനുവദിച്ചതിനെ പറ്റിയുള്ള മന്ത്രി ആർ ബിന്ദുവിൻ്റെ വകുപ്പിൽ നിന്നും അനുമതി നൽകിയ ചില തസ്തികകളാണ്. അതാണ് 86 എന്ന നമ്പർ പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. കാരണം LDF സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പല വകുപ്പുകളിലും ഇതേപോലെ നിയമനങ്ങൾക്കുള്ള അനുമതി നൽകിയിരുന്നു. അതിൽ ഒന്ന് മാത്രമാണ് ഈ 86. ഇത് സംസ്ഥാനത്തെ മൊത്തം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനത്തിൻ്റെ ഒരു കണക്കല്ല. SN കോളേജിന് മാത്രം. വെള്ളാപ്പള്ളി നടേശൻ നിയന്ത്രിക്കുന്ന SN കോളേജ്, അവരുടെ SNDPയുടെ കീഴിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതിലൊക്കെയായി ഒരു 86 അധ്യാപകരെ നിയമിക്കാൻ അടുത്തിടെയാണ് അനധ്യാപകരുടെ ഒരു 100-ലധികം അനധ്യാപക ജീവനക്കാരെ നിയമിച്ച് അനുമതി നൽകി അങ്ങനെ അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അവരെ നിയമനം നടത്തിയത്. ഇപ്പോഴിതാ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് 86 പേർക്ക് SN കോളേജിൽ നിയമനത്തിനായുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. അത് പ്രകാരമുള്ള അഭിമുഖം പിണറായി സർക്കാർ അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് നൽകിയ അനുവദിച്ച അധ്യാപക നിയമനത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം മുതൽ വരുന്ന ഒരു 10 ദിവസത്തേക്ക് ചേർത്തല SN കോളേജിൽ നടക്കുകയാണ്. അഭിമുഖ മഹാമഹം. ഓരോ പോസ്റ്റിനും ശരാശരി 1 കോടിയോളം രൂപ നൽകണമെന്നതാണ് വ്യവസ്ഥ. മിക്കവാറും എല്ലാ മാനേജ്മെൻറ്റുകളുടെ സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഒരു സംഭാവന എന്ന പേരിൽ ഒരു തുക പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായ വിവരങ്ങൾ പ്രകാരം ഈ 86 അധ്യാപകർക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഇവരെല്ലാം ഏതാണ്ട് 1 കോടി രൂപ വരെ നൽകേണ്ടി വരുമെന്നാണ് പുറത്തെ സംസാരം. ഈ തുക SN ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ SNDPയുടെ SN ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും രജിസ്റ്ററിൽ എഴുതി വയ്ക്കുമോ? ഇല്ല. കണക്കുണ്ടോ? ഇല്ല. ഒരു തരത്തിലും ഈ തുക രേഖപ്പെടുത്താതെയാകും ഈ തുക വാങ്ങി വയ്ക്കുക എന്നത് വളരെ പകൽ പോലെ വ്യക്തം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികാരത്തിലെത്തുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യത്തെ ടാസ്ക് ഈ ഫയൽ പരിശോധിക്കുക എന്ന് തന്നെയാണ്. ഇൻ്റർവ്യൂവിന് പണം നൽകി ഇൻ്റർവ്യൂവിനെത്തിയ ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്കാണ് ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ. കാരണം സർക്കാർ ഈ 86 അധ്യാപക നിയമന അനുമതി അത് റദ്ദാക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ UDF സർക്കാരിന് അന്ന് പ്രതിപക്ഷത്തിരുന്ന UDFന് വ്യക്തമായ പരാതികൾ ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ അവസാന നിമിഷത്തിൽ പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ആർ ബിന്ദുവിൻ്റെ വകുപ്പിൽ നിന്നും 86 പേർക്കുള്ള അനധികൃത നിയമനത്തിനുള്ള തിട്ടൂരം വെള്ളാപ്പള്ളി നടേശൻ്റെ SN ട്രസ്റ്റ് നൽകിയത്. അപ്പോഴെന്തായാലും ഉദ്യോഗാർത്ഥികൾ ഒന്ന് കരുതി വേണം ഇരിക്കാൻ. കാരണം ഏത് നിമിഷവും സർക്കാരിൻ്റെ ഒരു നടപടി ഉണ്ടായിരിക്കും. കാരണം ഈ 86 അധ്യാപകരെ നിയമിക്കുമ്പോൾ അവിടെ അവർക്ക് വേണ്ട തസ്തികകൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. കാരണം അധികം ഉന്നത വേതനം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന വേതനം വാങ്ങിയാണ് ഈ അധ്യാപകരെല്ലാം ഇനി ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തുക എവിടെ പോകുന്നു എന്ന് കണ്ടെത്താൻ അത് ഏത് രേഖകളിൽ ഈ തുക ഉണ്ടാകും എന്ന് SN ട്രസ്റ്റിലെ ജീവനക്കാർക്കോ അതിലെ SNDP യോഗത്തിലെ ഭാരവാഹികൾക്കോ പോലും തിട്ടമില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, ഏറ്റവും പുതിയ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇതിന്മേൽ ഒരു നടപടി ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങോട്ട് യുദ്ധം ചെയ്ത് നിന്നാൽ മാത്രമേ ഇങ്ങോട്ടൊരു ആക്രമണത്തിൽ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് വെള്ളാപ്പള്ളി നടേശന് വ്യക്തമായി അറിയാം. ഇതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് മുസ്ലിം ലീഗ് മലപ്പുറത്ത് മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലീഗിൻ്റെ സ്ഥാപനങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ സമുദായത്തിലെ ട്രസ്റ്റുകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ അനുവദിച്ചിരിക്കുന്നത്. SN ട്രസ്റ്റിനടക്കം അപേക്ഷിച്ച ആർക്കും മലപ്പുറത്തോ പെരിന്തൽമണ്ണയിലോ ഒന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ച് നൽകിയില്ല എന്ന് UDFൻ്റെ അന്നത്തെ ഭരണകാലത്ത്. എന്തായാലും ഇക്കുറി വെള്ളാപ്പള്ളി നടേശൻ UDFുമായി ഒരു കനത്ത ഏറ്റുമുട്ടൽ, UDFുമായി എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം വിദ്യാഭ്യാസ വകുപ്പ് കൈയാളുന്ന മുസ്ലിം ലീഗുമായി നേരത്തെ തന്നെ ഒരു ഏറ്റുമുട്ടലിന് തുടക്കമിട്ടിരുന്നു. അങ്ങനെ യൂത്ത് ലീഗ്
അണികളടക്കം ലീഗിൻ്റെ പ്രമുഖ നേതാക്കളടക്കം വെള്ളാപ്പള്ളി നടേശന് തിരികെ മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു വിവാദം ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനെക്കുറിച്ച് അറിയാവുന്ന ലീഗിലെ നേതാക്കൾ, പ്രവർത്തകർ ഇവർ കൃത്യമായും അനധികൃതമായി SN ട്രസ്റ്റിന് അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വിവിധ സംഘടനകൾക്ക് എന്തെങ്കിലുമൊക്കെ തസ്തികകൾ നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ വരുമ്പോഴാണ് 86 അധ്യാപകരുടെ ഇൻ്റർവ്യൂ ഇതാ ചേർത്തല SN കോളേജിൽ ആരംഭിച്ചു എന്ന വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായി. ഇനി വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് കാത്തിരുന്നറിയേണ്ടത്.